ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുനാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരമാണ്. ഞാനിവിടെ ഇത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബ്രെഡ് കൊണ്ടാകുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ ബ്രെഡ് ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്താലും നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാലാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ ഒരുപാട് പ്രസ് ചെയ്ത് ഇത് കുഴച്ചെടുക്കേണ്ട, സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം 4 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീരും ഒരു 2-3 തുള്ളി റോസ് എസൻസും കൂടി ചേർത്താൽ ഷുഗർ സിറപ്പ് റെഡി. റോസ് എസൻസ് 2-3 തുള്ളിയിൽ കൂടരുത്. ഒരുപാടായാൽ ഇത് കഴിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ചൂടായ ഓയിലിൽ വറുത്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. അതുപോലെ പതിയെ ഇത് മറിച്ചും തിരിച്ചുവിട്ട് വറുത്തെടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുന്ന സമയത്ത് ഓയിലിൽ നിന്നും കോരിയെടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഷുഗർ സിറപ്പിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.